ഹലോ ഗൈസ്, നമ്മളപ്പോൾ 5:30 തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ്. എൻ്റെ സ്പെഷ്യൽ ട്രെയിൻ നമുക്ക് 6:30 എത്തിയത്. പുതിയ എഞ്ചിനും ബാക്കി മൊത്തം പഴയ പന്നാക്ക്. ഏതായാലും കിട്ടിയ ട്രെയിനിൽ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തതൊന്നും മറന്നും കയറാനൊന്നുമില്ല. അങ്ങനെ ട്രെയിനിൽ എങ്ങനെ കയറിയിരുന്ന് സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ പയ്യെ ഇങ്ങനെ നീങ്ങി. പാസഞ്ചർ പോകുന്ന പോലെ തന്നെ പോകുന്നത്, കാരണം ഫ്രണ്ടിൽ നമ്മുടെ ഗുരുവായൂർ പാസഞ്ചർ ഉണ്ട്. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതാ ട്രെയിനിൽ പിന്നെ എപ്പോഴും ലേറ്റ് ആയിരിക്കുന്നത്. എന്നാലും ആ വൈബൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ തന്നെ ഒരു രസമാണ്. ആ സ്ലോ സ്പീഡും പിന്നെ സൂര്യൻ ഉദിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടുള്ള ആ ഒരു പ്രത്യേക ടൈപ്പ്. നമ്മുടെ ആലുവ മണപ്പുറമാണ് അവിടുത്തെ ശിവൻ്റെ അമ്പലം, മഴവിൽപ്പാലം എല്ലാം. സൂര്യനൊക്കെ ഇപ്പോൾ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മഞ്ഞ വെട്ടം നല്ലോണം പുഴയിലൊക്കെ അടിക്കാൻ വേണ്ടി കാണാം. നൈസ് വൈബാണ്. ഏതായാലും അങ്ങനെ പോയി നമ്മുടെ എയർപോർട്ടെത്തി. എയർപോർട്ടൊക്കെ മഞ്ഞല്ല, സ്മോഗ് മൂടി നിൽക്കുകയാണ്. ആ കളറും സൂര്യൻ ഉദിച്ചിരിക്കുന്ന വൈബും എല്ലാം കൂടി അവിടെ ഒരു സ്പെഷ്യൽ വൈബ്. നല്ല സുഖം കാണാം. അവിടെ സ്ലീപ്പറിൽ പോയി കിടക്കേണ്ട ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാര്യം മെയിനായിട്ടതാണ്. പിന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുട കഴിഞ്ഞാൽ അറിയാമല്ലോ, പാടങ്ങളും ഹരിതാവും പച്ചപ്പും ആ കേരളത്തിൻ്റെ ആ ഒരു സൂപ്പർ ഫീലാണ് ആ തൃശ്ശൂർ ഏരിയ. പിന്നെ അങ്ങോട്ട് കിടക്കുമ്പോൾ ചില പാടങ്ങളൊക്കെ ഇങ്ങനെ കൊയ്ത് കഴിഞ്ഞ പാടങ്ങളാണ്. ഈ സ്ഥലം മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇത് നമ്മുടെ ഉത്രാളിക്കാവാണ്. ഉത്രാളിക്കാവിൽ അറിയാമല്ലോ, ഉത്സവം വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും മിക്കവാറും. പിന്നെ അങ്ങോട്ട് ഷൊർണൂർ കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പാലക്കാട് റൂട്ടിലോട്ടാണ് ട്രെയിനുകൾ. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ആ സൈഡിലോട്ട്. ഏതായാലും ട്രെയിൻ ഇപ്പം സ്പീഡ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് എത്തുന്തോറും ആ ഒരു ചൂട് കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ പാടങ്ങൾ കാണുമ്പോൾ ഉള്ളിലൊരു കുളിർമയാണ്, നല്ലൊരു സുഖമാണ്. മലകളും കുന്നുകളും പാടങ്ങളും. പിന്നെ സൈഡിൽ നമ്മുടെ ഭാരതപ്പുഴ എപ്പോഴും ഉണ്ടാകും. റൈറ്റ് സൈഡിൽ എപ്പോഴും നോക്കിയാലും ഭാരതപ്പുഴ ഉണ്ടാകും. ഭാരതപ്പുഴയും പിന്നെ ഇതുപോലെ ചെക്ക് ഡാമുകൾ ഒരുപാടുണ്ട്. ഒരു എണ്ണയൊക്കെ 10 ചെക്ക് ഡാമിൽ കുറഞ്ഞതെങ്കിലും ഉണ്ട്. കാരണം കൃഷിയിലോട്ടുള്ള വെള്ളങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും. പിന്നെ അങ്ങോട്ട് പാടങ്ങൾ, അത് ഹരിതാവും പച്ചപ്പും പറയണ്ട, നല്ല പച്ചപ്പുള്ള പാടം. അടിപൊളി വൈബായിരുന്നു. അപ്പോൾ വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ